എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴിതാ പണപ്പെട്ടി ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ്. ബിഗ് ബോസ് മത്സരാർത്ഥികളെ എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിപ്പിച്ച് കാര്യം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നത്, നിങ്ങൾ കുറെ പ്ലാനുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ്. പണപ്പെട്ടി എടുത്താൽ അല്ലെങ്കിൽ പണപ്പെട്ടിയാൽ തൊട്ടാൽ അവൻ എടുക്കണം. എടുത്താൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോകണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ആ സ്ക്രീനിൽ ലാലേട്ടൻ വരികയും ലാലേട്ടൻ ഒരു പെട്ടിയും പിടിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, ഇത് പണപ്പെട്ടിയാണ്, ഇത് ശ്രദ്ധിച്ചും കണ്ടൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് കാർ മേടിക്കണം, ബസ് മേടിക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ. കാർ മേടിക്കണം, നമുക്ക് ബസ് മേടിക്കണം, നമുക്ക് വീട് കെട്ടണം എന്നുള്ള പ്ലാനുകളുമായിട്ടൊക്കെ കുറെ പേര് ഇതിൻ്റെ അകത്തുണ്ടാവും. അവരൊക്കെ ചിന്തിച്ചു വേണം ഇതൊക്കെ എടുക്കാൻ എന്നുള്ള കാര്യവും അവിടെ രാംദാസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഈ പെട്ടിയിൽ തൊട്ടാൽ അവൻ അത് പെട്ടി എടുക്കണം, എടുത്തു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകണം എന്ന് തന്നെയാണ് രാംദാസും പറയുന്നത്. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം ഈ പണപ്പെട്ടി ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ വെക്കും. അതൊരു പോഡിയത്തിന്റെ മുകളിലാണ് വെക്കുന്നത്. 5 ലക്ഷം രൂപയാണ് ആദ്യം തന്നെ വെക്കുന്നത്. അത് പോഡിയത്തിൽ ഇങ്ങനെ കടന്ന് കറങ്ങും. ഓക്കെ, ആ പോഡിയത്തിൽ കടന്ന് കറങ്ങുമ്പോൾ തന്നെ അത് സായി പോയി തൊടുകയും സായി അത് എടുക്കുകയും ചെയ്യും. കാരണം ഇതിനകത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പലരും ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഋഷിക്ക് അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജിൻഡോ ഒന്നും എടുക്കത്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. സായിയും അവിടെ സിജോയൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുവാണ്. ജിൻഡോ എടുക്കത്തില്ല, ജാസ്മിൻ എടുക്കത്തില്ല, സിജോ എടുക്കത്തില്ല, ഋഷി എടുക്കത്തില്ല, ജാസ്മിൻ എടുക്കത്തില്ല എന്നൊക്കെ ഓരോരുത്തരെ അഭിഷേക് എടുക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വരുമ്പോൾ തന്നെ അറിയാം, നോറ എടുക്കുകയാണെങ്കിൽ നോറയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ സായി എടുക്കത്തുള്ളൂ. ഋഷി എടുക്കുന്നതായിരുന്നു ഒന്നുകൂടെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വരുന്നത്. ഋഷിയോ നോറയോ എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നായിരുന്നു. പക്ഷെ എങ്കിൽ ഇവിടെ എന്ത് ചെയ്യാനാണ്, സായി ഇവിടെ ബുദ്ധിപൂർവ്വം കളിച്ചു, സായി അതെടുത്തു. അങ്ങനെ പെങ്ങളുകുട്ടിക്ക് ഒരു വീടെന്ന സ്വപ്നവുമായി സായി പടി ഇറങ്ങും ഏതാനും നിമിഷങ്ങൾക്കകം. നമുക്ക് കാത്തിരുന്നേരം കാണാം. കാരണം ഈ പണപ്പെട്ടി വെച്ചിട്ട് ഒത്തിരി നേരം ഒന്നും കാത്തിരിക്കത്തില്ല. കുറെ കൂടെ ഒക്കെ കാത്തിരുന്ന് ഇനി അടുത്ത ഏതെങ്കിലും കൂടുതൽ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാമായിരുന്നു. പക്ഷെ അതിനൊന്നും പുള്ളി തയ്യാറായില്ല. പുള്ളി തൊട്ടു മടക്കി എടുത്തോട്ട് വീട്ടിൽ പോയി. അപ്പൊ നമുക്ക് കാത്തിരുന്നേരം കാണാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.